7 ആണെങ്കിൽ 7 മൾട്ടിപ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടും, ഏകാഗിയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ റിലേഷൻ തകർന്നുകൊണ്ടിരിക്കും. എത്ര ചെയ്യാൻ ശ്രമിച്ചിട്ട് ഡൗട്ട്, സംശയത്തിൻ്റെ ഒരു വലിയ എനർജി ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും നിങ്ങളുടെ ഇടയിൽ വരുന്നത്. അത് ലവ് റിലേഷൻ തന്നെ ആകണമെന്നില്ല. നിങ്ങളൊരു ബിസിനസ് നടത്തുന്നെങ്കിലും ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. ആരെയും വിശ്വസിക്കാൻ പറ്റാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ വരികയും സംശയിക്കുകയും അങ്ങനെ ആ ബിസിനസ് ആണെങ്കിലും ശരി, റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നതിന് കാരണം മൾട്ടിപ്പിൾ 7 ആണ്. അങ്ങനെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിലോ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച ഉടൻ തന്നെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി അഫർമേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഉടൻ തന്നെ ഈ ഒരു നമ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്പറിൻ്റെ എനർജി എന്ന് പറയുന്ന പവർഫുൾ എനർജിയാണ്. അത് നിങ്ങളിലെ ഒരു ഗ്രോത്ത് കൊണ്ടുവരും, ബാലൻസ് കൊണ്ടുവരും. 5 നമ്പറാണ് വന്നിരിക്കുന്നത്. 1+4 5 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലക്കിൻ്റെ ടൈം വരും, നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് വരും. ഓക്കെ, 0 ആയിരിക്കുന്ന നിങ്ങൾ നമ്പർ 1 ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ വരും. ജീവിതാനുഭവം കൊണ്ടാണ് പറയുന്നത്. നമ്മളൊരു ലക്ഷ്യം, പലരും എനിക്കിഷ്ടം പോലെ പൈസകൾ, സാലറി ആണെങ്കിലും ശരി തന്നെ എൻ്റെ കയ്യിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിലും ഒന്നും എനിക്ക് സൂക്ഷിക്കാനോ, കയ്യിൽ സാലറി കിട്ടിക്കഴിഞ്ഞാലല്ലേ ഉടനെ തന്നെ എല്ലാവരിലും കൊടുത്ത് തീരുമ്പോഴത്തേക്ക് കൈ ശൂന്യമായി ഇരിക്കുക എന്നുള്ളതാണ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എൻ്റെ അനുഭവം. പക്ഷേ ഈ ന്യൂമറോളജിയും കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് രണ്ടാമതും ഒക്കെ എനിക്ക് എൻ്റെ ഗോളുകളെല്ലാം എനിക്ക് നേടിയെടുക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഓരോന്നും എനിക്ക് 0യിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അതെല്ലാം ഞാൻ ഓരോ സ്റ്റെപ്പ്, ഓരോ വർഷവും എൻ്റെ ഗ്രാഫിൻ്റെ ഉയർച്ച ഞാൻ മെഷർ ചെയ്യാറുണ്ട്. 2008 മുതൽ ഞാൻ 0 ആയിരുന്നു. ആ 0യിൽ നിന്ന് ഞാൻ ഉയർന്ന് ഇടയ്ക്ക് വെച്ചൊക്കെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് വിൽ പവർ ഉണ്ട് എനിക്ക്. അപ്പോൾ വിൽ പവർ ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് എന്നെ കൊണ്ട് നടക്കില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്കൊരിക്കലും സമ്പാദ്യശേഷി ഉണ്ടാകില്ല എന്ന് വിചാരിച്ചത് ഞാൻ സമ്പാദിച്ച് കാണിക്കുന്നു. അതുപോലെ തന്നെ വിൽ പവർ, ഞാൻ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കാണിക്കുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് നടക്കില്ല എന്ന് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണോ അത് ചെയ്ത് കാണിക്കാനുള്ള ഒരു വിൽ പവർ നിങ്ങൾക്ക് വേണം. അത് ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അത് ഉണ്ടാക്കി എടുക്കുക തന്നെ വേണം. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.